രണ്ടാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരുടെ ഇംഗ്ലീഷ് ഫസ്റ്റ് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പം നമുക്ക് വേഗം നമ്മുടെ പരീക്ഷയിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ഇവിടെ കൂട്ടുകാർ നോക്കിക്കേ, നിങ്ങളുടെ പേരും സ്കൂളിൻ്റെ പേരും എല്ലാം എഴുതാനുള്ള സ്പേസ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്നുള്ള സ്ഥലത്ത് മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പേര് എഴുതണം. അതിനുശേഷം നെയിം ഓഫ് സ്കൂൾ എന്നുള്ളിടത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതണം. ഡിവിഷൻ എന്നുള്ളിടത്ത് നിങ്ങളുടെ ഡിവിഷനൊക്കെ എഴുതണം കേട്ടോ. അതെല്ലാം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പിന്നെ മക്കൾ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കളർ പെൻസിൽ നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം കേട്ടോ. നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാനും നിറം നൽകാനുമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് കളർ നിർബന്ധമായിട്ടും കയ്യിൽ കരുതുക കേട്ടോ. ഓക്കെ മക്കളെ, ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ഡ്രോ. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ഡ്രോ. ലിസൺ ടു ദി ടീച്ചർ ആൻഡ് കംപ്ലീറ്റ് ദി പിക്ചർ. ലിസൺ ടു ദി ടീച്ചർ ആൻഡ് കംപ്ലീറ്റ് ദി പിക്ചർ എന്നാണ് നമ്മളടുത്ത് ആദ്യം പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് ടീച്ചർ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുള്ള ആ ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനാണ് ഈ പറയുന്നത്. അപ്പം കൂട്ടുകാർക്ക് ഇത്തരത്തിൽ ഒരു ചിത്രം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കും കേട്ടോ. അപ്പം മക്കൾ എന്ത് ചെയ്യണം? ആ ഒരു പിക്ചറിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങളെല്ലാം വരച്ച് ചേർക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കിപ്പോൾ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു പിക്ചർ നോക്കിക്കേ, ഇത് കണ്ടിട്ട് എന്തിൻ്റെ പിക്ചറാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒരുപാട് കളിക്കുന്ന സാധനങ്ങളുണ്ട് അല്ലേ, പൂക്കളുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഒരു പാർക്കിൻ്റെ ചിത്രമാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. എന്തിൻ്റെ ചിത്രമാണ്? ഒരു പാർക്കിൻ്റെ ചിത്രമായിരിക്കും. അപ്പോൾ കൂട്ടുകാരത്ത് ചിലപ്പം പാർക്കിൽ കളിക്കുന്ന കുട്ടികളെ വരയ്ക്കാൻ പറയും. അതുപോലെ തന്നെ പാർക്കിൽ മരങ്ങളും ചെടികളും ഒക്കെ വരച്ച് ചേർക്കാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുള്ള ഈ ചെടികൾക്കൊക്കെ പ്രത്യേകം നിറങ്ങൾ നൽകാനൊക്കെ ടീച്ചർ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരും. അപ്പോൾ അതിനനുസരിച്ച് വേണം മക്കൾ എന്ത് ചെയ്യാനായിട്ട്? അവിടെ തന്നിട്ടുള്ള ചിത്രം കംപ്ലീറ്റ് ചെയ്യാനായിട്ടോ. അപ്പം ഈ ചിത്രം അല്ലെങ്കിൽ ഇതേ മോഡലുള്ള വേറെ ഏതെങ്കിലും ചിത്രമായിരിക്കും കുട്ടികൾക്ക് എക്സാമിന് തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ടീച്ചർ പറയുന്ന നിർദ്ദേശങ്ങൾ ഓരോന്ന് കേട്ടതിന് ശേഷം അതിനനുസരിച്ച് ചിത്രങ്ങൾ വരയ്ക്കുകയും അതോടൊപ്പം അതിന് നിറം നൽകുകയും ചെയ്യണം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലോട്ട് പോവാം കേട്ടോ. നോക്കിക്കേ, ആക്ടിവിറ്റി 2, റീഡ് ആൻഡ് അറേഞ്ച്. അവിടെ മക്കൾ നോക്കിക്കേടാ, ഒരുപാട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. ആ പിക്ചേഴ്സൊക്കെ മക്കളെടുത്ത് നന്നായിട്ട് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആദ്യത്തെ പിക്ചർ നോക്കിക്കേ. ഈ ഒരു പിക്ചറിൽ എന്താണ് കാണുന്നത്? ഒരു മഷ്റൂം ഉണ്ട് അല്ലേ. അതിൻ്റെ അണ്ടറിൽ ആരാണുള്ളത്? ഇതാരാണ്? ഒരു ആൻഡ് ഉണ്ട് അല്ലേ. മഷ്റൂം ഉണ്ട്, ആൻഡ് ഉണ്ട്. നമ്മൾ പഠിച്ച പാഠഭാഗവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സാണ് നമുക്കവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, രണ്ടാമത്തെ പിക്ചർ നോക്കിക്കേ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ആരു കൂടി വരുന്നുണ്ട്? പുതിയൊരാൾ കൂടി വരുന്നുണ്ട് അല്ലേ. ആരാണ്? ബട്ടർഫ്ലൈ വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അതോടൊപ്പം തന്നെ ആ പിക്ചർ നോക്കിക്കേടാ, നല്ല മഴയാണ് അല്ലേ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓക്കെ, അടുത്ത പിക്ചർ നോക്കിക്കേ. അവിടെ ഒരാൾ കൂടി പുതുതായിട്ട് വന്നു അല്ലേ. ആരാ വന്നത്? ഒരു സ്പാരോ വരുന്നുണ്ട് അല്ലേ. ഒരു സ്പാരോ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത പിക്ചർ നോക്കിക്കേ. അതിൽ ഒരാൾ കൂടി പുതുതായിട്ട് വന്നു അല്ലേ. ആര് വന്നു? ഒരു മൗസ് കൂടി വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ നോക്കിക്കേ. എന്താണ് ഒരു പിക്ചറിൽ നമുക്ക് കാണുന്നത്? മഷ്റൂമിൻ്റെ അണ്ടറിൽ 4 പേരും നിൽക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ മൗസും ബട്ടർഫ്ലൈയും സ്പാരോയും ആൻഡും അല്ലേ. അവരെല്ലാവരും ഒത്തൊരുമിച്ചിട്ട് എവിടെ ഷെൽട്ടറിൽ നിൽക്കുന്നുണ്ട്? മഷ്റൂം ഒരു ഷെൽട്ടർ ആക്കിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. Read the sentences and arrange them correctly as in the story by giving numbers from 1 to 5
വൺ ഈസ് ഡൺ ഫോർ യു. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? റീഡ് ദി സെൻറ്റൻസസ് അല്ലേ. താഴെ നമുക്ക് കുറച്ച് സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമ്മൾ സ്റ്റോറിയിലുള്ള പോലെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് 1 to 5 എന്നുള്ള നമ്പേഴ്സ് ഇടാനാണ്. അതായത് ആദ്യത്തെ ഇവൻറ്റിന് 1 എന്നിടുക, അടുത്ത ഇവൻറ്റിന് 2, അടുത്ത ഇവൻറ്റിന് 3 എന്ന് പറഞ്ഞിട്ട് 1 to 5 വരെ നമ്പേഴ്സ് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതിൽ 1 നമുക്ക് അവരിവിടെ തന്നിട്ടുണ്ട്. 1 നമ്പർ ഇട്ടതിൻ്റെ നേരെ എന്താണ് എഴുതിയിട്ടുള്ളത്? ആൻഡ് ഫൗണ്ട് ദി മഷ്റൂം ആസ് എ ഷെൽട്ടർ ഫ്രം ദി റെയിൻ. എന്താണ്? ഒരു ആൻഡ് അല്ലേ, ഉറുമ്പ് എന്ത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു? മഷ്റൂം ഒരു ഷെൽട്ടറായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ, മഴയിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട്. അതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ മക്കളെ, രണ്ടാമത് എന്തായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ഇനി കൂട്ടുകാർക്ക് സ്റ്റോറി ഓർമ്മയില്ലെങ്കിൽ വേണ്ട, നമുക്കവിടെ മുകളിൽ എന്ത് തന്നിട്ടുണ്ട്? പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആ ഇവൻറ്റ്സ് കറക്റ്റ് ഓർഡറിൽ എഴുതാവുന്നതാണ്. ഓക്കെ, സെക്കൻഡ് പിക്ചർ നോക്കിക്കേ. അവിടെ എന്താണ് സംഭവിച്ചത്? ആരാണ് പുതുതായിട്ട് അവിടെ വന്നത്? ഒരു ബട്ടർഫ്ലൈ വന്നു അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ നോക്കിക്കേ, എ ബട്ടർഫ്ലൈ കെയിം ദർ, എ ബട്ടർഫ്ലൈ കെയിം ദർ. അത് നമുക്ക് എന്ത് ചെയ്യാം? 2 എന്നുള്ള നമ്പർ കൊടുത്തിട്ട് എഴുതാവുന്നതല്ലേ, അത് 2. ഓക്കെ, പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നെ ആരാണ് വന്നിട്ടുള്ളത് അവിടെ? പിക്ചറിൽ നോക്കിക്കേ. പിന്നീട് ആര് വന്നു? ഒരു സ്പാരോയാണ് വന്നിട്ടുള്ളത് അല്ലേ. ഒരു സ്പാരോയാണ് പിന്നീട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആ സെൻറ്റൻസ് എവിടെയാണെന്ന് കണ്ടെത്താം. നോക്കിക്കേ, എ സ്പാരോ ഹോപ്ഡ് ടു ദി മഷ്റൂം. അതിന് നമുക്ക് ഏത് നമ്പർ കൊടുക്കാം? 3 എന്നുള്ള നമ്പർ കൊടുക്കാം അല്ലേ. അടുത്ത നോക്കിക്കേ, പിന്നീട് ആരാണ് വന്നിട്ടുള്ളത്? 4ാമതായി ആരാണ് വന്നത്? മൗസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. എ മൗസ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. ഓക്കെ, അറ്റ് ലാസ്റ്റ് എന്താണ് സംഭവിച്ചത്? ഓൾ ദി 4 ഫ്രണ്ട്സ് സാറ്റ് ടുഗദർ അണ്ടർ ദി മഷ്റൂം അല്ലേ. ആ മഷ്റൂമിൻ്റെ അടിയിൽ അവരുടെ 4 കൂട്ടുകാരും എന്ത് ചെയ്തു? ഇരുന്നു അല്ലേ. ആ മഷ്റൂമിൻ്റെ അടിയിൽ അവർ 4 പേരും ഇരുന്നു. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് മക്കൾ തന്നിട്ടുള്ള ആ ഒരു സെൻറ്റൻസ് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3ാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അത് പറയുന്നതിന് മുന്നേ ആയിട്ട് ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസൊക്കെ മക്കൾക്ക് നേരത്തെ ലഭിക്കാനും അതോടൊപ്പം തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസും ലൈവ് ക്ലാസ്സുകളൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. ആക്ടിവിറ്റി 3 കോൺവെർസേഷൻ. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ റാബിറ്റ് ആൻഡ് ദി മങ്കി അല്ലേ. താഴെ റാബിറ്റ് ഉണ്ട്, മങ്കി ഉണ്ട്. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാക്കി ഭാഗം മക്കളുടെ അടുത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേടാ, ആദ്യം നമ്മുടെ റാബിറ്റ് എന്ത് പറഞ്ഞിട്ടുണ്ട് നോക്കൂ. റാബിറ്റ് എന്താ പറഞ്ഞത്? ഹലോ മങ്കി, ഡിഡ് യു ഗെറ്റ് വെറ്റ് ഇൻ ദി റെയിൻ. നമ്മുടെ മങ്കിയെ നോക്കിക്കേ, അവനെന്താണ്? മഴയത്ത് നനഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മുടെ റാബിറ്റ് ചോദിക്കുകയാണ്, ഹലോ മങ്കി, ഡിഡ് യു ഗെറ്റ് വെറ്റ് ഇൻ ദി റെയിൻ. നീ മഴയത്ത് നനഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ മങ്കി എന്ത് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരിക്കും? യെസ് അല്ലേ. എന്താണ്? ഞാൻ മഴയത്ത് മുഴുവനും നനഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, പിന്നീട് നമ്മുടെ റാബിറ്റ് എന്ത് ചോദിച്ചു? എന്താ പറഞ്ഞത്? ലുക്ക് അറ്റ് മീ, ഐ ആം നോട്ട് വെറ്റ്. നീ എന്നെ നോക്ക്, ഞാൻ ഒട്ടും തന്നെ നനഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മുടെ മങ്കി എന്ത് പറഞ്ഞു? ഹോ, ബട്ട് ഹൗ. അതെങ്ങനെ നീ മഴയത്ത് നനയാതെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ റാബിറ്റ് എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കും? അവന് ആ ഷെൽട്ടർ കണ്ടുപിടിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ. അതിങ്ങനെയാ പറയാ, ഐ ഫൗണ്ട് എ ഷെൽട്ടർ അണ്ടർ ദി മഷ്റൂം. ഞാൻ മഷ്റൂമിൻ്റെ അടിയിൽ എന്ത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു? ഒരു ഷെൽട്ടർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെയാണ് ആര് നനയാതിരുന്നത്? നമ്മുടെ റാബിറ്റ് നനയാതിരുന്നത് അല്ലേ. ഓക്കെ, അപ്പം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം മക്കൾ എന്ത് ചെയ്യാൻ? അവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ
3 ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മക്കൾക്ക് പരീക്ഷയ്ക്ക് വരേണ്ടായിരിക്കുക. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റെല്ലാ സബ്ജക്റ്റിൻ്റെ വീഡിയോസും നമുക്കിങ്ങനെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോസൊക്കെ നേരത്തെ ലഭിക്കാനായിട്ട് ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കല്ലേ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.